അങ്ങനെ നമ്മുടെ അടുത്ത സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് നമ്മൾ പോവാണ് കേട്ടോ. ഈ ട്രിപ്പും കൊടൈക്കനാലിലേക്ക് തന്നെയാണ്. പതിവ് പോലെ തന്നെ കാലിക്കറ്റ് തന്നെയാണ് കേട്ടോ ബസ് എടുക്കുന്നത്. അങ്ങനെ ദേ നമ്മൾ കാലിക്കറ്റ് എത്തി. ഇവരൊക്കെ ഇപ്പോൾ മൂന്നാമത്തെ ട്രിപ്പായിട്ട് നമ്മുടെ കൂടെ. ഇപ്രാവശ്യം അവർ വന്നത് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. ഏതായാലും ഒരു 8:30 ആയപ്പോൾ നമ്മൾ കാലിക്കറ്റ് നിന്ന് ബസ് എടുത്തു. ഇനി മുതൽ എല്ലാ മാസവും അവസാനം വരുന്ന വെള്ളിയാഴ്ച പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇതുപോലുള്ള ട്രിപ്പ് ഉണ്ടാവുന്നതായിരിക്കും. അതിൽ ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അത് ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണ എത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ബസ് കണ്ട് കൈയാട്ടുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതിനേക്കാളും സന്തോഷമായത് ഇത് കണ്ടപ്പോഴാണ്. നമ്മുടെ ബസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ ബസ്സിന്റെ ഫോട്ടോ വരച്ച് നമ്മളെ കാത്ത് നിൽക്കിയിരുന്നു റോട്ടിൽ. അങ്ങനെ മണ്ണാർക്കാട് എത്തിയപ്പോഴേക്കും ബസ് ഏകദേശം ഫുള്ളായി. അങ്ങനെ പിന്നെ നമ്മൾ പാലക്കാട് എത്തി ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ ഇവിടെ നിർത്തിയില്ല, നേരെ വിട്ടു കൊടൈക്കനാലിലേക്ക്. കൊടൈക്കനാലെത്തിയപ്പോൾ രാവിലെ ഒരു 7 മണിയായിട്ടോ. അങ്ങനെ ആദ്യം തന്നെ എല്ലാവർക്കും ഫ്രഷപ്പ് ആവുള്ള റൂം കൊടുത്തു. കൊടൈക്കനാലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ വെയിലിന്റെ അവസ്ഥ അറിയാലോ, നല്ല പോലെ ടാൻ അടിക്കും. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആട്ടത്. എന്തിന്, അനിരുദ്ധി വരെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡെല്ലാം നമുക്ക് 3 നേരം അൺലിമിറ്റഡ് ഫുഡാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഫുഡ്, ടിക്കറ്റ്, DJ, അതുപോലെ കൊടൈക്കനാലിൽ കറങ്ങാനുള്ള ഇതുപോലെ 2 മിനി ബസ് എല്ലാം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താണ് വയനാട് എന്നുള്ള പേര് തമിഴ്നാട് ബസ്സിന്റെ ഫ്രണ്ടിൽ ഒട്ടിക്കുന്നതെന്ന്. ഈ ട്രിപ്പ് നമ്മുടെ പാക്കേജിൽ തന്നെയാണല്ലോ പോകുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കൂടെ വന്നവർക്ക് ബസ് മനസ്സിലാവാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം പോയത് സൂയിസൈഡ് പോയിന്റിലേക്കായിരുന്നു. കൊടൈക്കനാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. ഏതായാലും അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് പിന്നെ പില്ലർ റോക്ക് കാണാനാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗുണ കേവ്. ഗുണ കേവ് പിന്നെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരു 90% ആൾക്കാരും ഗുണ കേവ് കാണാൻ വേണ്ടി മാത്രമാണ് കൊടൈക്കനാലിലേക്ക് വരുന്നത്. ഏതായാലും ഇപ്പം നല്ല ക്ലൈമറ്റാണ്, വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ കണ്ടു. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. ഏതായാലും ഗുണാക്കേവിൽ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതാണ് കറക്റ്റ് ഗുണാക്കേവ് എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നമ്മളെല്ലാവരോടും നേരെ ഇറങ്ങി. അടുത്ത് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. അങ്ങനെ പൈൻ ഫോറസ്റ്റ് കണ്ടിറങ്ങിയപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടോ. അങ്ങനെ ബിരിയാണി നമ്മൾ ഉച്ചയ്ക്ക് കൊടുത്തത്. അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ പോയത് ലേക്കിലേക്കായിരുന്നു കേട്ടോ. ലേക്കിൽ നോക്കുകയാണെങ്കിൽ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ സൈക്കിൾ ഉണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അവസാനം നമ്മൾ പർച്ചേസ് എല്ലാം കൊടുക്കുന്നത് ലേക്കിലാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പല വഴിക്കായിരിക്കും. പക്ഷേ കറക്റ്റ് 7 മണിയാകുമ്പോൾ എല്ലാവരും പറഞ്ഞ പോയിന്റിലേക്ക് എത്തും. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് DJ ആയിരുന്നു കേട്ടോ. അങ്ങനെ DJ കൊടുത്ത് അവസാനം രാത്രി ഡിന്നർ നോക്കുകയാണെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, അൽഫാം, മന്തി റൈസ്, ഗീ റൈസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊടുത്തു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ നമ്മുടെ ട്രിപ്പെല്ലാം അവസാനിച്ച് നമ്മളിത് തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. പോരുന്ന വഴിക്ക് എല്ലാവരെയും സേഫായിട്ട് ഓരോരുത്തരുടെയും പോയിന്റിൽ ഇറക്കി കൊടുത്തു. അപ്പോൾ ഇതേ സെയിം ട്രിപ്പ് നമ്മൾ അടുത്ത മാസം പോകുന്നുണ്ട്, അതായത് കൊടൈക്കനാലിലേക്ക്. അതായത് അടുത്ത മാസം 15-ാം തീയതി വെള്ളിയാഴ്ച. അപ്പോൾ ആ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാനിതാ താഴെ കൊടുക്കുന്നുണ്ട്, ബുക്ക് ചെയ്യാം.